അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ KJ ബിനോയ് അവറുകളാണ്. തന്റെ ജീവിതാനുഭവം നമുക്ക് ഇവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, പ്രേക്ഷകരുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്കും സംബന്ധിക്കാം. അരോമ ടി വിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ. നമ്മളൊരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ KJ ബിനോയ് അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ബിനോയ് KJ. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ കരഞ്ഞൂർ. ഞാൻ ഇപ്പോൾ കടമ്പനാടിനടുത്ത് മണ്ണാറോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിൽ സഭാശുശ്രൂഷ ബന്ധത്തിലായിരിക്കുന്നു. ഇപ്രകാരം അരോമ ടി വിയിലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവാവസരം നൽകിയത് ഓർത്ത് ഞാൻ ഇതിന് സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരമായി തന്നെ കർത്താനദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾ ഓർത്ത് ഇതിന് സ്തോത്രം ചെയ്ത് കർത്താനദാസനെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തിയത് എൻ്റെ ചർച്ച തന്നെ അംഗമായിരിക്കുന്ന വത്സമ്മ ജോയി, പ്രിയപ്പെട്ടവർ മുംബൈയിൽ പാർത്തുകൊണ്ട് ജോലിയുള്ള വിധത്തിലായിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവരാണ് ഈ പ്രോഗ്രാമിലേക്ക് എന്നെ പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം തന്നത്. ആ വാത്സല്യ കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രമിക്കുന്നതായ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. എന്ന് ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് KJ ബിനോയ് എന്നാണ്. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവ അവസരം ഒരുക്കി. എൻ്റെ മാതാപിതാക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 9 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുവാനിടയായി തീർന്നത്. ഒരുപാട് പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഒക്കെ ഫലമായിട്ട് അന്ന് അവർ ചെയ്യാവുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തു നോക്കി. എന്നാൽ അതിനൊന്നും ഫലം കാണാതിരുന്നപ്പോൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, ഒരു കുഞ്ഞിനെ തന്നാൽ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് ഞങ്ങളായിരിക്കുന്നതായ അതേ ചർച്ചയിൽ നിന്നുകൊണ്ട് തന്നെ, കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവസന്നിധി സമർപ്പിക്കുവാനിടയായിട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ ദൈവകൃപയാൽ അവരുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് കർത്താവ് എന്നെ അവർക്ക് ദാനമായിട്ട് കൊടുക്കുവാനിടയായി തീർന്നു. എൻ്റെ ജനനം തന്നെ ഒരു അത്ഭുതകരമായ അനുഭവമാണ്. കഴിഞ്ഞാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ജനനസമയത്ത് എൻ്റെ മാതാവ് ഒത്തിരി പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ജനിക്കുന്ന സമയത്ത് നോർമലായ ഒരു ഡെലിവറി നടക്കാൻ കഴിയാതെ വന്നു. സിസേറിയനിലൂടെ പുറത്തെടുക്കുമ്പോൾ എനിക്ക് ജീവനില്ലായിരുന്നു. ഞാനൊരു മരിച്ച ശരീരമായിട്ടാണ് പുറത്തു വന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ അവരുടെ വായി വെച്ച് എൻ്റെ മൂക്കിൽ അന്ന് ശക്തമായിട്ട് ഊതി. അങ്ങനെയാണ് ഞാൻ വീണ്ടും ജീവൻ പ്രാപിക്കുവാൻ തക്കവിടെയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ മരിച്ച് ആ മണ്ണിടിഞ്ഞു പോയേനെ. എന്നാൽ കർത്താവിനുള്ളതായ സമർപ്പണം ഹേതുവായിട്ട് ദൈവകൃപയാൽ എൻ്റെ ജീവൻ എനിക്ക് തിരികെ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ജീവനുള്ള ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അങ്ങനെ ദൈവകൃപയാൽ ഞാൻ ജനിച്ചു. പള്ളിയുടെയും മറ്റും പാരമ്പര്യത്തിൽ ഞാൻ വളരുവാൻ, ജീവിക്കുവാൻ ഭക്തിയോട് തന്നെ എൻ്റെ മാതാപിതാക്കളെ വളർത്തുവാൻ ദൈവത്തിന് എടുത്ത തീരുമാനപ്രകാരം തന്നെ എൻ്റെ മാതാപിതാക്കളെ വളർത്തുവാൻ ഇടയായി തോന്നി. എൻ്റെ മാതാപിതാക്കൾക്ക് ഏക മകനാണ്. എനിക്ക് സഹോദരങ്ങൾ ആരുമില്ല, ഒരു മകൻ മാത്രമാണ്. അങ്ങനെ എന്നെ അവർ വളർത്തി.
എനിക്ക് ആ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ നൽകി തരുവാൻ ഇടയായി തീർന്നു. എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയായതിനു ശേഷമായിട്ട് എന്നോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായ 5 പേർ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതിൽ 4 പേരും ഞങ്ങളെല്ലാം ഒരു പള്ളിയിലുള്ളവരാണ്, കത്തോലിക്ക പള്ളിയിലുള്ളവരാണ്. അവർ 4 പേരും ഒരുമിച്ച് അച്ചപ്പട്ടണത്തിന് വേണ്ടി തിരുവനന്തപുരത്തുള്ള വൈദിക സെമിനാരിയിലേക്ക് കടന്നുപോയി. എന്നാൽ ഞാൻ എൻ്റെ വീട്ടിലേക മകനായതുകൊണ്ട് എന്നെ അച്ചപ്പട്ടണത്തിന് വേണ്ടി അവരെ എടുക്കത്തില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. കാരണം ആ കുടുംബം നിലനിർത്തുവാൻ വേറെ ആരുമില്ല കുടുംബത്തിൽ, അതുകൊണ്ട് എന്നെ എടുക്കത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഭാരത്തോടെ ആയിരുന്നു. വിദ്യാഭ്യാസാനന്തരം മറ്റ് കാര്യാദികളിലേക്കൊക്കെയും സ്വയമായിട്ടുള്ളതായ തൊഴിലുകളും കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് എൻ്റെ നാട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം, മാതാപിതാക്കളെ വിട്ടുമാറി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഞാനായിരുന്നത്. അങ്ങനെ ആ നിലവാരത്തിൽ ജീവിച്ചു വരുമ്പോൾ ഏകദേശം 18 വയസ്സായപ്പോൾ എൻ്റെ മാതാവിന് ശാരീരികമാകുന്ന പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. ഷുഗറിൻ്റെതായ അസ്വസ്ഥതകൾ തന്നെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തി. അതോടൊപ്പം തന്നെ തൻ്റെ യൂട്രസിൽ കുരുക്കൾ ഉണ്ടായിട്ട് അത് പഴുത്തു പൊട്ടി ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാത്ത ഒരു കണ്ടീഷനിലേക്ക് താൻ മാറ്റപ്പെട്ടു. ഷുഗർ ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരുന്ന് കുറയാൻ മരുന്ന് ചെയ്തിട്ടും അത് കുറയാത്തൊരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ മരണത്തോട് സമീപിക്കുന്നതായ ആ ഒരു അവസരമാണ് എൻ്റെ മാതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എന്നാൽ 30 ദിവസത്തെ അവധി മാത്രം പറഞ്ഞ് എൻ്റെ മാതാവിനെ ഡോക്ടർമാർ ആ ഭവനത്തിലേക്ക് മടക്കി അയച്ചു. 30 ദിവസത്തിനകം ആൾ മരിച്ചു പോകുമെന്നതായ നിലവാരത്തിൽ ഭവനത്തിലേക്ക് മടക്കി അയക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മാതാവിനെ ഭവനത്തിൽ കൊണ്ടുവന്നു. ഞാനൊരു പിതാവ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മാറി മാറി മാതാവിനെ ശുശ്രൂഷിക്കുകയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത് അങ്ങനെ കഴിയുമ്പോൾ മാതാവിൻ്റെ രോഗം ഓരോ ദിവസം കഴിയുന്നത് വർദ്ധിക്കുകയും വേദന അതികഠിനമായി മാറുകയും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അവർ കൊടുക്കുന്നതായ സഡേഷൻ്റെയൊക്കെ ആ എഫക്റ്റ് തീരുന്നിടം വരെയും വേദനയില്ലാതെ അസ്വസ്ഥതയില്ലാതെ അല്പസമയം നടന്നു മയങ്ങും. വീണ്ടും അതിൻ്റെ എഫക്റ്റ് മാറിക്കഴിയുമ്പോൾ വീണ്ടും അസ്വസ്ഥതകൾ തൻ്റെ ശരീരത്തിൽ തന്നെ അനുഭവിക്കും. അങ്ങനെ ഹോസ്പിറ്റലിലും ഭവനത്തിലുമായി ഞാനും എൻ്റെ പിതാവും മാറി മാറി മാതാവിനോടൊപ്പം കഴിയുന്നതായ ആ സാഹചര്യത്തിൽ ഒരു ദിവസം ഞാൻ എൻ്റെ ഭവനത്തിൽ പകല് ഉണ്ടായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ആയിരിക്കുമ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ പിതാവ് എൻ്റെ മാതാവിൻ്റെ സഹോദരൻ്റെ ഒരു മകളെ മാതാവിനോടൊപ്പം ഹോസ്പിറ്റലിലാക്കിയിട്ട് ഭവനത്തിലേക്ക് കടന്നു വരേണ്ടതായി തീർന്നു. അങ്ങനെ അവിടെ ആ ഭവനത്തിൽ കടന്നു വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ വീടിനടുക്ക തന്നെ കസോഗോഡിൻ്റെതായ ഒരു ചർച്ച ഉണ്ട്. അവിടെ കൺവെൻഷൻ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് പ്രാസംഗികര് പ്രസംഗിക്കുകയും അതിനുശേഷമായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതായ കാര്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും. വളരെ അടുത്തായതുകൊണ്ട് നന്നായിട്ട് കേൾക്കാൻ കഴിയും. അത് ഈ പള്ളിയുടെ പാരമ്പര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആരും അങ്ങനെയുള്ള കൺവെൻഷനോ കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. എങ്കിലും വീട്ടിൽ ഇരുന്നുകൊണ്ട് നന്നായിട്ട് കേൾക്കാൻ കഴിയാമായിരുന്നു. അങ്ങനെ സൗഖ്യം പ്രാപിക്കുന്നതായ രോഗികൾ സൗഖ്യമായ ആ അനുഭവ സാക്ഷ്യം മൈക്കിലൂടെ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എൻ്റെ പിതാവ് അവിടെ ഇരുന്നുകൊണ്ട് ഒരു എഴുത്ത് എഴുതി. എൻ്റെ ഭാര്യ ഇതുപോലെ രോഗിയായിട്ട് കിടക്കുന്നു, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പേര് വട്ടസമൊക്കെ വെച്ചു. അവസാനം എഴുതി ചേർത്തു, പേര് വട്ടസം മൈക്കിൽ കൂടെ പറയരുത്, കാരണം പള്ളിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് പുറത്ത് പറഞ്ഞാൽ അതുകൊണ്ട് മറ്റു ഭവിഷ്യത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പേര് പറയരുത് എന്ന് പറഞ്ഞ്, വട്ടസ് പറയരുത് എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കത്ത് കൊടുത്തു. പിറ്റേ ദിവസം വൈകുന്ന സമയം ആ പ്രിയപ്പെട്ടവര് അവരൊരുമിച്ച് കൂടി അവിടെ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ മാതാവിന് ദൈവം പൂർണ്ണമാകുന്ന സൗഖ്യം കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ മാതാവിനെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതിനുശേഷം അവിടെ ഉള്ളതായ കർത്താനദാസൻ ദൈവമക്കളും കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും പൂർണ്ണമാകുന്ന ആരോഗ്യത്തോടെ ബലത്തോടെ എൻ്റെ മാതാവ് എഴുന്നേറ്റ് തൻ്റെ കാര്യാദികളൊക്കെ ചെയ്യുകയും പിന്നത്തേത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ പിതാവും മാതാവും ഞാനും ഒരുമിച്ച് ദൈവസഭയിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണയായി തീർന്നു. അങ്ങനെ 1992 ഏപ്രിൽ മാസം 5-ാം തീയതി ഞങ്ങൾ കുടുംബമായി യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചു. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതായ ഈ അത്ഭുതകരമായ വിടുതൽ ഞങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നിടത്തും അതുവരെയും
ഞങ്ങളായിരുന്നതായ പള്ളിയിലുള്ള ബന്ധത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുകയും വളരെ ഭക്തിയോട് ജീവിക്കുകയും ചെയ്തതായ ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്ക് മറുപടി കിട്ടാതെ ഭാരപ്പെട്ടതായ സാഹചര്യത്തിൽ ഞങ്ങളെ വിടുവിച്ചവനായ യേശുവിങ്കിലേക്ക് ഞങ്ങൾ കുടുംബമായി അടുത്തു ചെല്ലുവാൻ തക്കവണ്ണമുള്ള തീരുമാനം ഞങ്ങൾ കുടുംബമായി എടുക്കുകയും ഞങ്ങൾ കടന്നു പോവുകയും ചെയ്തു. 1992 മെയ് മാസം 3-ാം തീയതി ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവ് ജലത്തിൽ സാക്ഷീകരിക്കുവാനുള്ള അവസരവും ദൈവം നൽകി തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ആ സഭയിലായിരിക്കും. എനിക്ക് ഒത്തിരി ഭാരങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ അതിൻ്റെ മുമ്പിൽ ഉണ്ടായി. പറഞ്ഞാൽ ഒത്തിരി നല്ല കൂട്ടുകാരൊക്കെ എനിക്ക് നേരത്തെ ആയിരുന്നതായ പള്ളിയുള്ള ബന്ധത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു. അവരെല്ലാം വിട്ട് വളരെ ചുരുങ്ങിയ ആളുകൾ ഉള്ളതായ ഒരു സഭയിലേക്ക് ചെന്നപ്പോൾ ഒത്തിരി അസ്വസ്ഥതകൾ, ഒത്തിരി ഭാരങ്ങൾ മാനസികമായിട്ട് എനിക്ക് ഉണ്ടായെങ്കിലും ദൈവകൃപയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവ അവസരം ഒരുക്കി. അതിനുശേഷം 1993 കർത്താവിൻ്റെ പേരുള്ള ബന്ധത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം എനിക്കിടയായി തീർന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനെ കണ്ടിരിക്കുന്നുള്ളതായ വ്യക്തമായ ആലോചന വ്യക്തിപരമായിട്ടും ദൈവദാസന്മാരിലൂടെയും ഒക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയും അങ്ങനെ 93 ജൂൺ മാസത്തിൽ കോട്ടയം വാകത്താനത്തുള്ളതായ ടാബർനാക്കിൾ ക്രിസ്ത്യൻ സെന്ററിൽ ഏതൊരു വചനം പഠിക്കുവാൻ വേണ്ടി കടന്നു പോകാനിടയായി തീർന്നു. അവിടുത്തെ പഠനാനന്തരം വീണ്ടും മുളക്കഴ മൗണ്ട് സിയോൻ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ അങ്ങനെ 5 വർഷക്കാലം ദൈവവചനം പഠിക്കാനുള്ളതായ സാവകാശം ദൈവം നൽകി തന്നു. അതെല്ലാം ഓർത്ത് ഞാൻ ഇതിന് സ്തോത്രം ചെയ്യുന്നു. കാരണം എൻ്റെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുകയും ആ സമർപ്പണ പ്രകാരം എന്നെ വളർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. എങ്കിലും ഞാനായിരുന്ന സാഹചര്യം എനിക്ക് അനുകൂലമല്ലായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ തന്നെ ദൈവം മാറ്റിയെടുത്തിട്ട് ദൈവകൃപയാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കളെ സമർപ്പിച്ച അതേ സമർപ്പണം, അതേ നിലവാരത്തിൽ തന്നെ എനിക്ക് പിന്നീട് പിന്തുടരുവാൻ തക്കവണ്ണയായി തീർന്നു. അതിനുശേഷം സഭാ ശുശ്രൂഷ ബന്ധത്തിലും ആയിരിക്കുവാൻ തക്കവണ്ണ 1998 എൻ്റെ വിവാഹം കഴിയുവാനിടയിൽ തീർന്ന എൻ്റെ ഭാര്യയുടെ പേര് എബി എന്നാണ്. താന് പത്തനാപുരം കലഞ്ഞൂർ സ്വദേശിയാണ്. എൻ്റെ വീട് ഞാൻ ജനിച്ചു വളർന്നത് കോന്നി തണ്ണിത്തോട് എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. അങ്ങനെ 98 ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. 98 തന്നെ ഏഴംകുളത്തിനടുത്തുള്ള അടൂർ ഏഴംകുളം അടുത്തുള്ളതായ തൊടുവക്കാട് എന്ന് പറയുന്നതായ സ്ഥലത്ത് ചാരോൻ ഫെലോഷിപ്പ് ചർച്ചിനുള്ള ബന്ധത്തിൽ സഭാ ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി. കുടുംബമായി ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഇന്നുവരെയും ആയിരിക്കുന്നു. 28 വർഷങ്ങൾ ആയിരിക്കുകയാണ്. 27 വർഷം കഴിഞ്ഞ് 28ാമത്തെ വർഷമാണ് ഇപ്പോൾ ഞങ്ങൾ സഭാ ശുശ്രൂഷ ബന്ധത്തിൽ ആയിരിക്കുന്നത്. കർത്താവ് ഞങ്ങളെ എത്രത്തോളം സഹായിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിച്ചു വരുവാൻ തക്കവണ്ണം ദൈവം അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി തന്നു. മൂത്തമകളുടെ പേര് അക്സ, ഇളയ മകള് അബിയ. അങ്ങനെ 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി തിരുവാടയായി തീർന്നു. കൃപയാൽ അവരെയും ആ ദൈവകൃപയിൽ തന്നെ വളർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി. അവർ ഞങ്ങളോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേലയിൽ പരിശോധനയും മറ്റും ശക്തമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം പ്രയോജനപ്പെടുന്നു. എൻ്റെ മൂത്തമകളുടെ വിവാഹം ഈ ഓഗസ്റ്റ് മാസം 20-ാം തീയതി 2 മാസം ഇപ്പോൾ പൂർത്തിയായതേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് കുമ്പനാട് ഉള്ളതായ ഹെബ്രോൻ ചർച്ചിനുള്ള ബന്ധത്തിൽ അവിടെ കൂടുന്നതായ സിയോൻ വില്ലയിൽ ജസ്റ്റിൻ എന്ന് പറയുന്നതായ പ്രിയവൈദ്യരുമായിട്ട് പൈതന്റെ വിവാഹം നടത്തുവാൻ തക്കവണ്ണം ദൈവ അവസരം ഒരുക്കി. അവർ സന്തോഷമായിട്ടായിരിക്കുന്നു. ഇളയ മകള് പഠനത്തോടുള്ള ബന്ധത്തിൽ +2 കഴിഞ്ഞിട്ടിപ്പോൾ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് താൻ കടന്നുപോയി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ഇത്രത്തോളം ദൈവം സഹായിക്കാനിടയായി തീർന്നു. അതിനിടയിൽ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ശുശ്രൂഷ ബന്ധത്തിലൊക്കെ കടന്നു വന്നു. എങ്കിലും അവിടെയെല്ലാം ദൈവം ഞങ്ങളെ നിർത്തുവാൻ ഇടയായി തീർന്നു. ഒത്തിരി ഭാരപ്പെടുന്നതായ സാഹചര്യങ്ങൾ, ഒരു നേരത്തെ ആഹാരം ഞങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുവാൻ പോലും ഇല്ലാതെ ഞങ്ങള് ഭാരപ്പെട്ട അനുഭവങ്ങളുണ്ട്. എങ്കിലും ഞങ്ങളൊരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാൻ ഇടയാകാതെ ദൈവമുഖത്തേക്ക് നോക്കി ഞങ്ങളുടെ 2 ഭവനങ്ങളിലും അത്യാവശ്യം പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാനുള്ളതായ ശേഷി അവർക്കുണ്ട്. എങ്കിലും ഞങ്ങൾ കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ആരുടെയും മുമ്പിൽ സഹായത്തിന് അഭ്യർത്ഥിക്കാതെ ഞങ്ങളായിരുന്നു. ആഹാരം കൊടുക്കുവാൻ പോലും നിവൃത്തിയില്ലാതെ ഞങ്ങളായിരുന്ന സമയത്തും കർത്താവിൻ്റെ പേരുള്ള ബന്ധത്തിൽ കൈക്കുഞ്ഞായിരിക്കുന്ന മൂത്ത മകളുമായിട്ട് ഞങ്ങൾ കടന്നുപോയി ഭവനങ്ങൾ സന്ദർശിക്കുകയും ചെയ്ത് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ 99
ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ആ ഭക്ഷണം വാങ്ങിക്കാനുള്ളതായ സാഹചര്യം പോലും ഇല്ലാതിരുന്ന സമയത്ത് അന്ന് ഞങ്ങൾക്ക് ആ ഞങ്ങൾ മടങ്ങി ചർച്ചിലെത്തിയപ്പോഴേക്കും ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഇടയായി തീർന്നു. അന്നത്തെ കാലത്ത് 50 രൂപ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഞാൻ പെട്ടെന്ന് അതുമായിട്ട് ഒരു പ്രിയപ്പെട്ട ആ ചർച്ച കൊണ്ട് തന്നതാണ്. ഞങ്ങളതുമായിട്ട് ഞാൻ പെട്ടെന്ന് കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് ആഹാരം പാകം ചെയ്ത് ആ കുഞ്ഞിനും കൊടുത്ത് ഞങ്ങളും കഴിക്കാനിടയത്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അന്ന് മുതൽ ഈ 28 വർഷങ്ങൾ, 28ാമത്തെ വർഷമായിരിക്കുന്നു, ഇന്ന് വരെയും തിരിഞ്ഞു നോക്കേണ്ടതായ ഒരവസ്ഥ വരുവാൻ ഇടയായിത്തീർന്നത്. കാരണം സാമ്പത്തികമായ വിഷയത്തിൽ അന്ന് ദൈവം ഒന്ന് പരീക്ഷിച്ചു. എങ്ങനെ നിൽക്കും, ആരോടെങ്കിലും പരാതി പറയുമോ എന്നെല്ലാം ദൈവം നോക്കി. ദൈവകൃപയാൽ ഞങ്ങൾ ആരോടും പരാതി, ഞങ്ങളുടെ വീട്ടിൽ പോലും അറിയത്തില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ള സാഹചര്യങ്ങൾ പിന്നീടാണ് ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്. എങ്കിലും അന്ന് മുതൽ ഇന്ന് വരെയും ദൈവ ശ്രേഷ്ഠകരമായിട്ട് നടത്തുവാൻ തക്കവണ്ണം ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം ഞങ്ങളെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് ഓർത്ത് ഞാൻ ഇതിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവര് വിവിധങ്ങളാകുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. കേൾക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ ഓർപ്പിക്കുന്നു, അതാത് സമയത്ത് വേണ്ടത് കൃത്യമായിട്ട് ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ എത്തിച്ച് ഞങ്ങളെ ശ്രേഷ്ഠകരമായി നടത്തി. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് മൂത്ത മകളുമായിട്ട് മൂത്ത മകളുടെ പ്രായം ഏകദേശം 7-8 വയസ്സ് വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ആ മൂത്ത കുഞ്ഞ് 4-5 വയസ്സാകുന്ന സമയത്തൊക്കെയും അവളെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഭവനങ്ങൾ സന്ദർശിക്കുവാനും മറ്റും കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാഹനമില്ലാത്ത സാഹചര്യം. എന്നാൽ ഞങ്ങൾ ആഗ്രഹിച്ചു, ദൈവസന്നിധി പ്രാർത്ഥിച്ചു, 2 വീലർ ലഭിച്ചിരുന്നുവെങ്കിൽ കർത്താവിന്റെ വേലയിൽ കുറച്ചുകൂടെ പ്രയോജനപ്പെടാമായിരുന്നു എന്ന് ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിന് സമയമായപ്പോഴേക്കും ഈ ഒരു വാഹനത്തിനുള്ള ക്രമീകരണം ഒരുക്കി തന്നു. അത് ലോണ് ഇട്ടാണ് വാഹനം വാങ്ങിക്കാനിടയായി തീർന്നത്. ഞാൻ പറയട്ടെ, 36 മാസം ആ ലോൺ അടയ്ക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ കയ്യിൽ അന്നത്തെ ആ ചർച്ചിന്റെ ലെവലിലൊക്കെ നോക്കുമ്പോൾ ഇതെല്ലാം അടച്ചു തീർത്ത് പോകാനുള്ള സാഹചര്യമില്ല. എന്നാൽ ആ 1ാമത്തെ മാസം മുതൽ ഒരു വ്യക്തിയെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. കൃത്യമായിട്ട് എല്ലാ മാസവും ആ അടയ്ക്കേണ്ട തുകയിൽ ഒരു ഭാഗം ആ പ്രിയപ്പെട്ടവര് ഞങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചേർന്നു. അത്ഭുതം എന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, ഈ 36ാമത്തെ മാസം ആ ലോൺ അടച്ചു തീർത്തു. 37ാമത്തെ മാസം പിന്നെ ആ വ്യക്തി ഞങ്ങളെ വിളിക്കും എങ്കിലും ഞങ്ങൾക്ക് ഈ സഹായം നൽകും. അവർക്കറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്നോ ഞങ്ങൾ ബുദ്ധിമുട്ടിയെന്നോ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. എങ്കിലും ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച് ആ 36 തവണയും കൃത്യമായിട്ട് ഒരു മാസം പോലും മുടങ്ങാതെ ആ പ്രിയപ്പെട്ടവർ ഞങ്ങളെ സഹായിക്കാൻ ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ദൈവത്തിന്റെ കരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചതായ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങളെ നടത്തുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ സകല ഇടത്തിന് ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കഴിവുള്ളവനാണ്. അങ്ങനെ കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും പരസ്യങ്ങളിലും മറ്റും സംബന്ധിക്കുകയും ഞങ്ങൾ കുടുംബമായി പരസ്യങ്ങളിലും മറ്റും ഞങ്ങളുടെ ദേശത്ത് പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ ഏഴംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജെറുസലേം ഗോസ്പൽ മിനിസ്ട്രി എന്നതായ ആ ടീമിനോട് ചേർന്ന് എനിക്കും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ഞങ്ങൾക്ക് കുടുംബമായി അതിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ആ ടീമായി കടന്നു പോവുകയും ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഒക്കെ കടന്നുപോയി സുവിശേഷം അറിയിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഘട്ടങ്ങളിലും അതാത് വേണ്ടതെല്ലാം നൽകി തരുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അതോടൊപ്പം തന്നെ കട്ടപ്പന കേന്ദ്രമാക്കി, ഇടുക്കി കട്ടപ്പന കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതായ മെസ്സഞ്ചേഴ്സ് ഓഫ് ജീസസ് എന്ന് പറയുന്ന സംഘടനയോട് ചേർന്ന് കേരളത്തിലെ ജയിലുകളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കാനുള്ളതായ സാവകാശവും ദൈവം ഞങ്ങൾക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം മറ്റ് തലങ്ങളിൽ നിന്ന്, ഔദ്യോഗിക തലങ്ങളിൽ നിന്നുണ്ടായ നിമിത്തമായിട്ട് ഞങ്ങൾക്ക്
ചില നാളുകളായിട്ട് കടന്നു പോകാൻ കഴിയുന്നില്ല. എങ്കിലും ആ അവസ്ഥകൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ച് അവിടെ ഇവിടെയൊക്കെ ആ ജയിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്ന് തരുന്നുണ്ട്. എങ്കിലും പൂർണ്ണമായി പഴയതുപോലെ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അങ്ങനെ ജയിലുകളിൽ കടന്നുപോയി അവിടെ ഉള്ളതായ ജയിലിൽ കഴിയുന്ന ആളുകളോട് സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നാം കർത്താവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനായ ദൈവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം, വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കഴിവുള്ളവനാണ്. ഞങ്ങള് 2018 അടൂർ ടൗൺ ചർച്ചിൽ ആ ശുശ്രൂഷ 2015 മുതൽ 2023 വരെയുള്ളതായ 8 വർഷക്കാലം ആ ചർച്ചിൽ ശുശ്രൂഷിക്കുവാൻ ദൈവങ്ങൾക്ക് അവസരം ഒരുക്കി. അവിടെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ 2018 എൻ്റെ ഭാര്യയ്ക്ക് ആ ശരീരത്തിൽ അല്പമായ പ്രയാസങ്ങൾ ഉണ്ടാകുകയും പുറത്ത് വിലക്കം പോലെ വീണ് വേദന തിരിയാനോ അനങ്ങാനോ വയ്യാത്ത സാഹചര്യത്തിൽ വേദനയും അസ്വസ്ഥതയുമായിട്ടൊക്കെ ഭാരപ്പെട്ടു. ഞങ്ങൾ ഡോക്ടർമാരെ സമീപിച്ചു. അവര് വിവിധ ടെസ്റ്റുകൾക്ക് വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ടെസ്റ്റുകളെല്ലാം ഉള്ളതായ വില്വേഴ്സ് ഹോസ്പിറ്റലിൽ കടന്നുപോയി. എന്നാൽ എൻ്റെ ആ ഭാര്യയെ പരിശോധിക്കുന്ന ആ സമയത്ത് ആദ്യം തന്നെ ചെന്നപ്പോൾ തന്നെ ആ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ക്യാൻസർ ആണ്, ആ കീമോ എടുക്കണം, അതിനുശേഷം പിന്നീട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ആ വാർത്തയാണ് ആദ്യം തന്നെ എന്ന് അല്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറയുന്ന വാർത്ത അതാണ്. ഒത്തിരി ഞങ്ങൾ ഭാരപ്പെടുവാൻ ഇടയായി തോന്നി, ഒത്തിരി ഞങ്ങൾ വേദനിക്കുവാൻ ഇടയായി തോന്നി. എങ്ങനെയെന്നറിയത്തില്ല. കുഞ്ഞുങ്ങള് ചെറുപ്പമാണ്. മൂത്ത മകള് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന് 2ാം വർഷമായി. ഇളയ കുഞ്ഞ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളാകുന്ന അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും, എപ്രകാരം കർത്താവിന്റെ വേലയിൽ നിൽക്കാൻ കഴിയും, ഭാര്യ രോഗിയായിട്ടിരിക്കുന്നു, അങ്ങനെ ഒത്തിരി ഭാരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. എങ്കിലും ദൈവം വിശ്വസ്തനായിട്ട് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, ആ ഡോക്ടർ ആരംഭത്തിൽ തന്നെ പറഞ്ഞത് കീമോ എടുത്ത് ഇതിനെ കുറച്ചതിന് ശേഷം മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിനു മുമ്പ് ഒത്തിരി ടെസ്റ്റുകൾ ചെയ്തു. ആ ബ്രസ്റ്റിൽ നിന്നൊക്കെയും കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് വേണ്ടി അയക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. 2 പ്രാവശ്യം അങ്ങനെ ചെയ്തെങ്കിലും അതിന് ഫലം കാണുവാൻ കഴിഞ്ഞില്ല. കുത്തിയെടുത്തിട്ടൊന്നും ലഭിച്ചില്ല. ആ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഡോക്ടർ വീണ്ടും പറഞ്ഞു, എന്തായാലും കുത്തിയെടുത്തിട്ട് പരിശോധിച്ച് ഫലമൊന്നും കാണാൻ കഴിഞ്ഞില്ല, എങ്കിലും ഓപ്പറേഷൻ ചെയ്ത മുഴ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ ആ ഭാര്യയുടെ ആ ബ്രസ്റ്റിലുള്ളതായ മുഴ നീക്കം ചെയ്യുവാൻ വേണ്ടി 2018 ഫെബ്രുവരി മാസം ഞങ്ങൾ ആ വില്വേഴ്സ് ഹോസ്പിറ്റലിൽ എൻ്റെ വൈഫിനെ അഡ്മിറ്റ് ആക്കി. അതിനുശേഷമായിട്ട് 13ാം തീയതി ഓപ്പറേഷൻ ചെയ്യുവാൻ ഇടയായി തീർന്നു. അവരാ മുഴയെടുത്ത് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ ദൈവകൃപയാൽ പറയട്ടെ, അതിൽ 85% നിർവീര്യ കോശങ്ങളായിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 15% മാത്രമേ സജീവ കോശങ്ങളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കീമോയും മറ്റും വേണ്ട എന്ന് പറഞ്ഞു. എങ്കിലും അതിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടി റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഏകദേശം 30 റേഡിയേഷനോളം എടുക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ഒരു മുടി പോലും പൊഴിയുവാനോ മറ്റസ്വസ്ഥത ഉണ്ടാകാൻ ഇടയാകാതെ ഇന്നും ആരോഗ്യത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും രോഗികളായിട്ട് ഭാരപ്പെടുന്നവരാണെങ്കിൽ ഓർപ്പിക്കട്ടെ, എൻ്റെ കർത്താവ് വിടുവിപ്പാൻ ശക്തന. ഇന്നും ആ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെ ദൈവം ശ്രേഷ്ഠകരമായി നടത്തുന്നു. എല്ലാ വർഷവും പോയി ഒരു ചെക്കപ്പ് ഉണ്ട്. മറ്റു മരുന്നുകളോ കാര്യങ്ങളൊന്നും അതിനുവേണ്ടി പ്രത്യേകിച്ച് കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ചെക്കപ്പിൽ കഴിഞ്ഞ ഈ വർഷവും ഏപ്രിൽ മാസത്തിൽ കടന്നുപോയി ചെക്കപ്പ് ചെയ്തു. മറ്റു യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി അയക്കാൻ ഇടയായി തീർന്നു. അതെല്ലാം ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവിന് വേണ്ടി വിശ്വസ്തത നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ മാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആദരിക്കാൻ ഇടയായി തീരും. അതാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്, ഞാൻ സകല ഇടത്തും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ. അങ്ങനെ അനുഭവത്തിന്റെ വ്യത്യസ്തങ്ങളാകുന്ന സാഹചര്യങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. എൻ്റെ മാതാവിന്റെ രോഗസൗഖ്യമാണ് ഈ ദൈവകൃപയിലേക്ക് ഞങ്ങളെ നയിച്ചത് എന്ന്. മാത്രമല്ല, ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, എൻ്റെ മാതാവിന് അങ്ങനെ രോഗം വരുത്തിയത് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ ഈ ഒരു അനുഭവത്തിലേക്ക്, ഈ കർത്താവിന്റെ വേലയിലേക്ക് എൻ്റെ മാതാപിതാക്കളുടെ സമർപ്പണം, അവരത് ദൈവസന്നിധി സമർപ്പിച്ചുവെങ്കിലും ഇന്നത്തെ സാഹചര്യം അതിന് കഴിയാതിരുന്ന അനുഭവത്തില്
ആ ദൈവം എനിക്ക് വേണ്ടി എന്നെ പുറത്തു കൊണ്ടുവരുവാൻ, കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാണ് എൻ്റെ മാതാവിന് അങ്ങനെ രോഗം വന്നത് എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുക. ഞാൻ ഓർപ്പിക്കട്ടെ, 1992 ആ രോഗ സൗഖ്യമായതിനു ശേഷം 2005 എൻ്റെ മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ 13 വർഷങ്ങൾ ആ ഒരു രോഗത്തിന്റെ യാതൊരു അസ്വസ്ഥത തന്നെ അലട്ടാൻ ഇടയാകാതെ, പിന്നെ അതിനുവേണ്ടി ഒരു ഗുളിക പോലും, ഒരു മരുന്ന് പോലും കഴിക്കാൻ ഇടയാകാതെ ദൈവം അത്ഭുതകരമാകുന്ന സൗഖ്യമാണ് എൻ്റെ മാതാവിന് രീതിയിൽ കൊടുക്കുവാൻ ഇടയായിത്തീർന്നത്. എൻ്റെ പ്രിയമുള്ളവരെ ഓർപ്പിക്കട്ടെ, ദൈവം സൗഖ്യമാക്കിയാൽ അത് പൂർണ്ണമാണ്. ദൈവം ഒരിക്കലും അല്പമായിട്ട് ഒരു ആശ്വാസം പകർന്നിച്ചിട്ട് കടന്നു പോകുന്നവനല്ല. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം, ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ്. ആകയാൽ ആ കർത്താവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമ്മൾ രോഗിയായി ഭാരപ്പെടുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ്. ഓർപ്പിച്ചതുപോലെ സാമ്പത്തികമാകുന്ന വിഷയങ്ങളിൽ ഭാരപ്പെടുകയാണെങ്കിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയാകും. ഒന്നുകൂടെ പറയട്ടെ, 2020 കോവിഡ് ആരംഭിച്ച ശേഷം ആ ലോക്ക്ഡൌൺ ആരംഭിച്ച് ചർച്ചുകളെല്ലാം ക്ലോസ് ആയി, ആരാധനയും കൂട്ടങ്ങളും ഇല്ലാതെ ആയിരുന്ന സാഹചര്യത്തിലും അന്നത്തെ ആ നിലവാരത്തിലും ആ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഓർപ്പിക്കട്ടെ, പലപ്പോഴും ഏലിയാവിനെ കാക്കൈ കൊണ്ട് പോഷിപ്പിച്ചതുപോലെ ദൈവം ഞങ്ങളെ പോഷിപ്പിച്ചതായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഒരു പാല് വാങ്ങിക്കാനുള്ളതായ പൈസ ഇല്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. അടുത്ത സമയത്തേക്ക്, പിറ്റേ ദിവസത്തേക്ക് എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ കുഴങ്ങിയിരുന്ന സമയത്തും ഞങ്ങൾക്ക് വേണ്ടി പറപ്പോട് നിന്ന് ഒരാളിനെ അടൂര് പറഞ്ഞയച്ച്, ഞങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം ദൈവം ആ വ്യക്തിയോട് സംസാരിച്ചു. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. കാരണം ഇന്നും ദൈവം നടത്തുവാൻ ശക്തനാണ്. ഈ 2025 ഈ സമയത്തും ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കഴിവ്. ദൈവത്തിന്റെ കാര്യം കുറുകിയിട്ടില്ല എൻ്റെ പ്രിയമുള്ളവരെ. ദൈവം നമ്മളെ ഒരിക്കലും അനാഥരായിട്ട് വിടുന്ന ദൈവമല്ല. കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ മാനിക്കുവാൻ തക്കവണ്ണം, ദൈവം നമ്മളെ ആദരിക്കുവാൻ തക്കവണ്ണം ഇടയായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവര് ഭാരപ്പെടുന്നെങ്കിൽ, നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഏൽപ്പിക്കുമെങ്കിൽ അതാത് സമയത്ത് വേണ്ടത് നൽകി തരുവാൻ തക്കവണ്ണം ദൈവം വിശ്വസന. ഞാൻ ഓർപ്പിച്ചല്ലോ, 1999 ആ ദൈവം ഒന്ന് പരീക്ഷിച്ചു. അന്നത്തെ പരീക്ഷയിൽ തോറ്റു പോകാതെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് ജയം നൽകി തരുവാൻ തക്കവണ്ണം തന്നിമിത്തമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ 2025 വരെയും ദൈവ ശ്രേഷ്ഠകരമായിട്ട് നടത്തുവാൻ തക്കവണ്ണം അത്ഭുതകരമായിട്ട് ഓരോ ഘട്ടങ്ങളിലും ദൈവം ശ്രേഷ്ഠകരമായി നടത്തി. ഞാൻ പറയട്ടെ, എൻ്റെ ഭാര്യയുടെ ട്രീറ്റ്മെന്റുള്ള ബന്ധത്തിൽ ആ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ആരോട് ചോദിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അതാത് സമയത്ത് ദൈവം വേണ്ടതെല്ലാം ക്രമീകരിച്ച് നൽകി തന്ന് ഞങ്ങളുടെ ആ കാര്യങ്ങളെല്ലാം നടത്തുവാൻ ഇടയായി തീർന്നു. പിന്നീട് ഞങ്ങൾ ഭവനമില്ലാതെ ഭാരപ്പെട്ട സമയം വന്നു. എന്നാൽ തക്ക സമയത്ത് ദൈവം അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. മകളുടെ വിവാഹത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ദൈവം നൽകി ചെയ്യുവാൻ തങ്ങളുടെ ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവര്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നമ്മളെ ആരെയും കൈവിടുന്ന ദൈവമല്ല. ആ ദൈവം നമ്മളെ ആരെയും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അതാത് സമയത്ത് വേണ്ടതെല്ലാം നൽകി തന്ന് തക്ക സമയത്ത് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം കഴിവുള്ളവനാ. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ട് പോലും. നമ്മൾ ഒത്തിരി ഭാരപ്പെടുന്ന, ഒത്തിരി വേദനിക്കുന്നവരാ പല വിഷയങ്ങളുടെ ബന്ധത്തില്. പക്ഷെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാരങ്ങളും എല്ലാം ദൈവത്തിങ്കൽ നാം ഫലമേൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ്. ഓർപ്പിക്കട്ടെ, സർവശക്തനായ ദൈവത്തിന്റെ കരം ഇന്നോ കുറുകി പോയിട്ടില്ല. പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊക്കെയും ദൈവം മറുപടി നൽകി തരുവാൻ തക്കവണ്ണം, അത്ഭുതങ്ങൾ കണ്ണാലെ കാണുവാൻ തക്കവണ്ണം, വിടുതലുകൾ കണ്ണാലെ കാണുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പല പ്രിയപ്പെട്ട ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ണാലെ കാണുവാൻ, ഞങ്ങൾക്ക് അത് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം തീർന്നു. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു, ഞാൻ മക്കളില്ലാതെ ഭാരപ്പെട്ട ഒരു മാതാവിനും പിതാവിനും ജനിച്ച മകനായതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ ഞങ്ങൾ പല മക്കളില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം തലമുറകളെ കൊടുത്തവരെ ആദരിക്കുവാൻ തക്കവണ്ണം തീർന്നു. ഞങ്ങളുടെ കഴിവ്, ഞങ്ങളുടെ പ്രാപ്തിയല്ല, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ
പ്രവൃത്തി ഇന്നും നിലച്ചു പോയിട്ടില്ല. ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ വർഷങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഫലം കാണാതിരുന്ന പ്രിയപ്പെട്ടവരൊക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി അത്ഭുതങ്ങൾ കാണുവാൻ, ഒത്തിരി വിടുതലുകൾ കാണുവാൻ എന്നൊക്കെ വണ്ണം ദൈവം അവസരം ഒരുക്കി. അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും ഞങ്ങളുടെ ആരുടെയും കഴിവോ മിടുക്കോ അല്ല, തമ്പുരാന്റെ കൃപയൊന്നും മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം കഴിവുള്ളവനാണ്. ഈ ദിവസങ്ങളിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ളവനായിട്ട് നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഓർപ്പിക്കട്ടെ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ വചനം ഒന്നുകൂടെ പറയുന്നു, ഞാൻ സകലയിടത്തും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അബ്രഹാമിന്റെ ജീവിതത്തില് ദൈവം അത്ഭുതത്തെ ചെയ്യുവാൻ കൊണ്ട് തീർന്നു. അബ്രഹാമിന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ സാറായുടെ അടുക്കൽ കൂടാരത്തിൽ കടന്നു വന്ന ശേഷമായിട്ട് സാറയെ വിളിച്ചിട്ട് പറയുന്നു, അടുത്തയാണ്ടിൽ ഈ സമയമാകുമ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന്. സാറ ചിരിച്ചു. അപ്പോൾ യഹോവയെ ദൈവം പറയുന്നു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന്. കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ പലപ്പോഴും പലരെ ചൊല്ലി ഭാരപ്പെടുന്നു, നമ്മൾ പലപ്പോഴും പലരെ ചൊല്ലി വേദനിക്കുന്നു. എന്നാൽ നമ്മുടെ വേദനയൊക്കെയും നന്നായിട്ട് അറിയാവുന്ന ഒരു ദൈവമാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, ഇന്നും അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഭാരപ്പെടുന്നതായ വിഷയം ഏതുമാകട്ടെ, അവർ പക്ഷെ തലമുറയില്ലാത്ത വിഷയമായിരിക്കുക, അല്ലെങ്കിൽ രോഗിയായിരിക്കുക, അല്ലെങ്കിൽ കടഭാരം അനുഭവിക്കുന്നവരായിരിക്കുക, അല്ലെങ്കിൽ മറ്റ് വിവിധങ്ങളാണ് വിഷയങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തികളായിരിക്കുക. എന്നാൽ യേശുവിന് പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. യേശുവിലേക്ക് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചവനായ ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വൈഫിന്റെ കാര്യം ഞാൻ ഓർപ്പിച്ചു. ഇന്നും ആരോഗ്യത്തോടെ ബലത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ദൈവം വിശ്വസ്തന, വിളിച്ച ദൈവം വിശ്വസ്തന. ഞാൻ ആ സമയത്തൊക്കെ ഒത്തിരി ഭാരങ്ങൾ, ഒത്തിരി വേദനകൾ തോന്നി. കർത്താവെ എങ്ങനെയെന്ന് ചിന്തിച്ച സമയമുണ്ട്. 2 പെൺകുഞ്ഞുങ്ങളാണ്, അവരുടെ കാര്യം എങ്ങനെയാകും, എപ്രകാരമാകും എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ട സമയമുണ്ട്. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ഇന്നും കഴിവുള്ളവനാ, ഇന്നും പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാ. അവൻ്റെതായ പ്രവൃത്തി ഇന്നും നിലച്ചു പോയിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നോക്കുക, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, സാറായോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞ് 25 വർഷങ്ങൾ അബ്രഹാം കാത്തിരുന്നെങ്കിലും സാറായോട് പറഞ്ഞപ്പോൾ ഒറ്റ വർഷമാണ്, അടുത്ത ആണ്ടിൽ ഈ സമയമാകുമ്പോഴെന്ന സാറയോട് വാഗ്ദത്തം പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം അടുത്ത വർഷത്തിൽ അതേ സമയമായപ്പോൾ തന്നെ ഒരു തലമുറയെ നൽകി കൊടുക്കുവാൻ തക്കവണ്ണം തീർന്നു. തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതിന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഭാരപ്പെടുന്ന വിഷയം ഏതുമാകട്ടെ, തലമുറയുടെ വിഷയം എന്നല്ല, മറ്റേത് വിഷയത്തിൽ നമ്മൾ ഭാരപ്പെട്ടാലും നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ദൈവം കഴിവുള്ള ദൈവമാണ്. നമ്മിങ്ങനെ വായിക്കുന്നുണ്ട്, ലൂക്കോസ് നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന്. ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ദൈവത്തിന് സാധിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുമോ എന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിന്റെ അടുക്കൽ കടന്നു വന്നതായ ഒരു പിതാവ് തന്റെ മകനുമായി, ചന്ദ്രരോഗിയായ തന്റെ മകനുമായിട്ട് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ, അവർ കടന്നു വരുമ്പോൾ യേശു അവിടെ ഇല്ല. ശിഷ്യന്മാരുടെ അടുക്കൽ ഈ മകനെ കൊണ്ടുവന്നിട്ട് അവനെ സൗഖ്യമാക്കുവാൻ ഈ പിതാവ് അവരോട് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിയാതെ അവർ ഭാരപ്പെട്ടു. അപ്പോൾ പരീശന്മാര് ഒരുമായി തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ആ സമയം യേശു അവിടെ കടന്നു വരുമ്പോൾ ഈ പിതാവ് യേശുവിന്റെ അടുക്കലേക്ക് ചെന്നിച്ചിട്ട് പറയുന്നു, ഞാൻ എൻ്റെ മകനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുവിനോട് ആ പിതാവ് അപേക്ഷിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. യേശു തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും. എൻ്റെ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയും സംശയം ഇതാണ്, ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവം ചെയ്യട്ടെ, ദൈവത്തെ കൊണ്ട് സാധിക്കുമെങ്കിൽ ദൈവം വിടുവിക്കട്ടെ. അങ്ങനെയല്ല, ദൈവത്തെ കൊണ്ട് കഴിയും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം വിശ്വസന. പിതാവിനോട് യേശു ചോദിക്കുകയാണ്, ഇത് എത്ര കാലമായിട്ട് ഇവനെ പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ വരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞ കാര്യമുണ്ട്, അവന്റെ ബാല്യം മുതൽ ഇത് പലപ്പോഴും ഇവനെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് നശിപ്പിക്കേണ്ടതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഒത്തിരി നാളുകൾ കാലപ്പഴക്കം ഒരുപക്ഷെ നമുക്ക് ദൈവത്തിന്
ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊക്കെ സംശയം തോന്നിച്ചേക്കാം. എന്നാൽ കാലപ്പഴക്കം എൻ്റെ യേശുവിന് പ്രശ്നമല്ല. എത്ര വർഷങ്ങൾ കഴിയാൽ 38 വർഷം ആ തളർവാദ രോഗിയായി കിടന്ന മനുഷ്യനാണ് ബെഥസ്ദാ കുളക്കരയിൽ കിടന്നത്. അവനെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ യേശുവിന് പ്രവർത്തിക്കുവാനായിട്ട് കാലപ്പഴക്കമോ അല്ലെങ്കിൽ അതുപോലുള്ളതായ സാഹചര്യങ്ങളൊന്നും യേശുവിന് പ്രവർത്തിക്കുവാൻ പ്രശ്നമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ വിഷയം എത്ര പഴകിയതാണെങ്കിലും എത്ര പ്രശ്നമുള്ളതാണെങ്കിലും നമ്മൾ വായിക്കുന്നുണ്ട്. ലാസറിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും, 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി എന്ന് മാർത്തയും മറിയോടെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നാറ്റം വെച്ചു തുടങ്ങിയ വിഷയത്തിലും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ ആ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മനുഷ്യന് പലപ്പോഴും പലതും അസാധ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഓർപ്പിക്കട്ടെ, അന്ന് ആ മകനുമായി വന്ന പിതാവ് സന്തോഷത്തോടെയാണ് തിരികെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. ആ പിതാവിനോട് യേശു പറഞ്ഞ എങ്ങനെയാണ്, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഉടനെ ആ പിതാവ് മറുപടി പറഞ്ഞ എങ്ങനെയാണ്, എൻ്റെ അവിശ്വാസത്തിന് ക്ഷമിക്കണമേ എന്ന്. നമ്മൾ പലപ്പോഴും അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്ന്, സംശയങ്ങൾ നമ്മുടെ ഇതിൽ കടന്നു വന്ന് പലപ്പോഴും നമ്മൾ ഭാരപ്പെടുന്നത് കഴിയുമോ, നടക്കുമോ, നടക്കത്തില്ലയോ എന്നൊക്കെ ഒത്തിരി ഭാരങ്ങൾ നമുക്ക് കടന്നു വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് കഴിയാത്തത് വിഷയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ്. അവങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെതായ വഴി അത് തികവുള്ളതാണ്. 37 സംഘം നമുക്ക് കാണുവാൻ കഴിയും, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അപ്പൊ നമ്മുടെ വഴി പലപ്പോഴും നമുക്ക് ചിന്തയും സംശയവും ഭാരവും ഒക്കെ കടന്നു വരും, എങ്ങനെയാണ് എന്ന്. പക്ഷെ നമ്മുടെ വഴി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ വഴിയായിട്ട് അത് മാറുക. ദൈവത്തിന്റെ വഴിയായി അത് മാറിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ വഴി തികവുള്ളത്. നമ്മുടെ കുറവുകളും പരാധീനതകളൊന്നും അതിനകത്തൊരു ബാധകമായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തടസ്സമായിട്ട് വരുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ളൂ. കാരണം ആ ദൈവത്തിന്റെ വഴി തികവുള്ള, അതിനകത്ത് അല്പം പോലും കുറവോ അല്പം പോലും ന്യൂനതകളോ അതിനകത്ത് വരുവാനായിട്ട് ഇടയാകത്തില്ല. അതുകൊണ്ട് ഓർപ്പിക്കട്ടെ, നമ്മുടെ വഴി, നമ്മുടെ വിഷയങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവമെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുക. നോക്കുക, യേശു ആദ്യം പത്രോസിന്റെ പടകിൽ കയറുമ്പോൾ ഒത്തിരി ചിന്തകളും ആകുലങ്ങളും ഒക്കെ പത്രോസിനെ അലട്ടി. അല്ലെങ്കിൽ എന്ത് ചെയ്യും, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ശൂന്യമായ പടകും കീറിയ വലയൊക്കെ ആയിട്ട് ആ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു ആ പടകിൽ ചെന്ന് കയറുന്നത്. ഒത്തിരി ആകുലതകൾ, ഒത്തിരി ഭാരങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എങ്ങനെയെന്ന് ചിന്തിച്ചു. പക്ഷേ യേശുവിന്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്ത വലയിറക്കുവാൻ യേശു അവനോട് ആവശ്യപ്പെടുമ്പോൾ അവൻ പറയുക, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. കടലിന്റെ ചൂടും ചൂരും അറിയാവുന്ന പത്രോസ് പറയുക, എപ്പോൾ വല വീശിയാൽ മീൻ ലഭിക്കുമെന്ന് പത്രോസിന് കൃത്യമായിട്ട് അറിയാം. ആ സമയം വല വീശിയാൽ മീനൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. അത് മനസ്സിലാക്കിയിട്ട് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ് പത്രോസ് വല വീശി ഇരുത്ത മീൻകൂട്ടം അവന്റെ വലയിൽ ലഭിക്കാനിടയായി. അന്ന് അവന്റെ ശൂന്യതകൾ മാറി, അവന്റെ ആകുലതകൾ മാറി, അവന്റെ അന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം അവിടെ പരിഹാരം ലഭിക്കുക. ആ പടക് കരക്കെടുപ്പിച്ചിട്ട് സകലവും വിട്ട് യേശുവിന്റെ പിന്നാലെ കടന്നു വരിക. പിന്നത്തേതിൽ കരമടയ്ക്കുവാൻ എങ്ങനെയെന്ന് ചിന്തിക്കുന്ന സാഹചര്യം യേശു പറയുന്നത്, ഈ കടലിൽ ചെന്ന് ചൂണ്ടയിടുക. ചൂണ്ടയിട്ടു, ഒരു മത്സ്യം ലഭിച്ചു. അതിന്റെ വായിൽ ചതുർദ്രമപ്പണം, യേശുവിനും പത്രോസിനും വേണ്ടി കരമടയ്ക്കാനുള്ളതായ ചതുർദ്രമപ്പണം അതിന്റെ വായിലിരിക്കുക. അതെടുത്തു കൊണ്ടുവന്ന് കരമടച്ചു. ഈ ചിന്തകളെല്ലാം അകത്തു വെച്ചുകൊണ്ട് പത്രോസ് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി, അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്. കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഓർപ്പിക്കട്ടെ, യേശു നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആകുലത, നമ്മുടെ ഭാരങ്ങളെല്ലാം ആ കർത്താവിന്റെ മുമ്പാകെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അതാത് സമയത്ത് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ്. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കും. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം കഴിവുള്ളവൻ
പരിശുദ്ധാത്മാവാനവനായ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം, ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആകയാൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ ഓർപ്പിക്കട്ടെ, യേശു നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കും ദൈവമാണ്. ഇന്നും അവന്റെ കരം കുറുകി പോയിട്ടില്ല, അവന്റെ ചെവി ഇന്നും മന്ദമായിട്ടില്ല. ഇന്നും അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നമ്മൾ വേദനിക്കുന്ന വിഷയങ്ങൾ, അതിന്മേൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കഴിവുള്ളവന്. വിശ്വസ്തയോട് അവന്റെ പെട്ടകം ചുമക്കുവാൻ ഇറങ്ങിത്തിരിച്ചെങ്കിൽ അവൻ നമ്മെ മാനിക്കുവാൻ തക്കവണ്ണം, അവൻ നമ്മെ ആദരിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ളതായ വെല്ലുവിളികൾ നമ്മുടെ ഇതിൽ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുവാൻ ആവശ്യமான കൃപ നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം വിശ്വസ്തന. അതുകൊണ്ട് ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒത്തിരി ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, എങ്ങനെയെന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന്, കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെ ആകുമെന്ന് നിങ്ങൾ ആകുലപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ട് സ്വസ്ഥതയോട് അവന്റെ അടുക്കലേക്ക് നടത്തി ചെല്ലുമോ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇന്നും വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം, ആ ദൈവത്തിൽ ചാരുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഞങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ, ദൈവം വിശ്വസ്തനാണ്, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ ആ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവകൃപയിൽ മുന്നേറുക, ദൈവവചനപ്രകാരം ഓടുക, കർത്താവിനോട് നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്കുകൂടെ പറഞ്ഞ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഇങ്ങ് അടുക്കൽ വാതുക്കലാണ്. ഏതു സമയവും കർത്താവിന്റെ വരവ് സംഭവിക്കാം. എന്നാൽ അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്. ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പകർച്ചവ്യാധികളും ഒക്കെ ഇന്ന് ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയാതെ ജനം ഭാരപ്പെടുന്നു. നോക്കുക, അങ്ങനെ വ്യത്യസ്തങ്ങളാകുന്ന അനുഭവങ്ങളിലൂടെ ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവും ഇതേപോലെയുള്ള സാഹചര്യത്തിലായിരിക്കും. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ച് നിങ്ങൾ കേൾക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മഹാവ്യാധികളും ആകാശ ലക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ മനുഷ്യപുത്രന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതുക്കലായിരിക്കുന്നു എന്ന് അറിഞ്ഞ് നിങ്ങളുടെ തലകളെ ഉയർത്തുവീനെന്ന് യേശു കർത്താവ് പറഞ്ഞ വചനം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് വരുവാൻ സമയമെടുത്തിരിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുവാൻ, ദൈവകൃപയോട് ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യത എവിടെയായിരിക്കുമെന്ന് ചിന്തിക്കുവാനുള്ള സമയം നമ്മൾ ജീവനോടിരിക്കുമ്പോഴാണ്. മരിച്ചു കഴിഞ്ഞിട്ട് അത് ചിന്തിക്കാൻ കഴിയത്തില്ല. എന്നാൽ ജീവനോടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് അങ്ങനെയുള്ളതായ ഒരു സാവകാശം ലഭിക്കാതെ പോയെങ്കിൽ, നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് ലഭിക്കാതെ ഭാരപ്പെടുന്നവരാണെങ്കിൽ ഓർപ്പിക്കട്ടെ, നിത്യത ഉറപ്പാക്കുക എന്നുള്ളത് നാം ജീവനോടിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നാം ജീവനോടിരിക്കുമ്പോൾ തന്നെ ചെയ്യുക. നമ്മുടെ നിത്യത ഉറപ്പാക്കുക. ഒന്നുകിൽ നിത്യമായ സ്വർഗം, ഇല്ലെങ്കിൽ നിത്യമായ നരകം. രണ്ടിലൊന്നും എല്ലാ മനുഷ്യർക്കും ഉറപ്പാണ്. എന്നാൽ ഈ ലോകത്തിലെ കഷ്ടതകളും വേദനകളും കഴിഞ്ഞ ശേഷം ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നിത്യമായ വേദനയുള്ള സ്ഥലത്തേക്ക് പോകാതെ നിത്യമായ സന്തോഷമുള്ള, നിത്യമായ സൗഭാഗ്യമുള്ളതായ ആ സ്വർഗീയ പ്രദേശത്തിൽ കർത്താവിനോടൊപ്പം ആനന്ദിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയോടെ ദൈവസന്നിധി മുന്നേറുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ. അതിന് കർത്താവിലേക്ക് അടുത്തു വരുവാൻ, ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. യേശുവിനെ ആ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ആ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. കർത്താവിലേക്ക് നിങ്ങൾ അടുത്തു വരിക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശുവിലേക്ക് ജീവിതം സമർപ്പിക്കുക. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതിനുവേണ്ടി ഉണരാം, ഒരുങ്ങാം, ദൈവകൃപയിൽ മുന്നേറാം എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചും കൊണ്ട് ഇപ്രകാരം എനിക്ക് അവസരം ഒരുക്കിയതായ കർത്താവിനോടും അരോമ ടിവിയോടുള്ളതായ എല്ലാ നന്ദിയെയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തി നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഈ വാക്കുകൾ കേട്ടതായ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കും, ജീവിത നിരാശ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ രോഗം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ തക്കവണ്ണം യേശുവിന് കഴിയും. ആ യേശു നമ്മളെ വിടുവിക്കുവാൻ, യേശു നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ, യേശു നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ഇടയായി.
അതുകൊണ്ട് ഒരു നിമിഷം നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവമോ? ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയും ചെയ്യുന്ന ഇത്രത്തോളം കർത്താവിന് സല്ലായിരിക്കുവാൻ ദൈവങ്ങൾക്ക് അവസരം ഒരുക്കി ഞങ്ങളുടെ അനുഭവത്തിലൂടെയും ദൈവത്തിന്റെ വചനത്തിലൂടെയും നിങ്ങൾക്ക് അല്പമായി ചിന്തിക്കുവാൻ ദൈവങ്ങൾക്ക് സാവകാശം ഒരുക്കി. എല്ലാവരും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. താവേ, ഈ വചനം കേട്ട പ്രിയപ്പെട്ടുള്ള ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ ദൈവം ഒരു സൗഖ്യമാക്കണം. അടിപ്പിണരുകളാലുള്ള സൗഖ്യവും വിടുതലും ദൈവം കൽപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. ആരെങ്കിലും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ സർവശക്തി തലമുറകളെ കൊടുത്തവരെ സഹായിക്കുമാറാകണമേ. അവിടെ നിന്നേ ദൈവം മാറ്റുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾ, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവരെ സഹായിക്കുകയും പിടിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവീയമായ സമാധാനം ഓരോ ഹൃദയങ്ങളിന്മേലും കർത്താവ് പകരുമാറാകണം. എല്ലാറ്റിലും ഉപരിയായിട്ട് കർത്താവിന്റെ വരവേറ്റവും അടുക്കൽ വാതുക്കലായിരിക്കുക. തലകളെ ഉയർത്തി വിശ്വസത്തോട് ജീവിക്കുവാൻ, ദൈവകൃപയോട് ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണം. അതിനായിട്ട് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കി ദൈവം തീർക്കണമേ. നന്മയ്ക്കായ ദൈവ സലുചിയുടെ കൃപ കൂടിയിരിക്കണം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. നിശ്ചയിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. അവസരം ഒരുക്കിയതായ കർമ്മദാസനും പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനോയ്. അത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി രോമാ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്തൃദാസനുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ഏറെ വേദികളെ കർത്താവിനെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ അറിയിക്കാവുന്ന, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.